ഹായ്. ഗ്ലോബൽ സ്നാക്സിൻ്റെ IPO വന്നിട്ടുണ്ട്. IPO സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് 6-ാം തീയതി മുതൽ 11-ാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 381 രൂപ മുതൽ 401 ഇടയിലാണ്. ലോട്ട് സൈസ് വരുന്നത് 37 ആണ്. IPO ടോട്ടൽ സൈസ് 650 കോടിയുടെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ 4ാമത്തെ എത്നിക് സ്നാക്ക് മേക്കറാണ് ഈ കമ്പനി. പക്ഷേ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇങ്ങനൊരു കമ്പനിൻ്റെ പേര് പോലും നമ്മൾ കേട്ടിട്ടേ ഇല്ലല്ലോ എന്നുള്ളത്. അതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. ഇവരുടെ മെയിൻ ബിസിനസ് മൊത്തം 80% ഒറ്റ സ്റ്റേറ്റിൽ നിന്നാണ് വരുന്നത്, ഇന്ത്യയിലത്തെ. അതായത് ഗുജറാത്തിൽ നിന്നാണ് ഇവരുടെ മെയിൻ ബിസിനസ് വരുന്നത്. അവരുടെ ടോട്ടൽ ഡിസ്ട്രിബ്യൂഷൻ 50% ആ സ്റ്റേറ്റിൽ തന്നെയാണ്. അതുകൂടാതെ 1999 മുതലേ ഇവർ മാർക്കറ്റ് ഉണ്ടെങ്കിലും ഇപ്പോഴും വെറും 10 സ്റ്റേറ്റുകളിൽ മാത്രമേ അവരുടെ പ്രസൻസ് ഉള്ളൂ. അതുകൂടാതെ 2 യൂണിയൻ ടെറിട്ടറീസിലും ഉണ്ട്. സൗത്ത് ഇന്ത്യയിൽ ഇവർ പ്രസൻസ് നെഗ്ലിജിബിളാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ ഒരു കമ്പനിനെ പറ്റി കേൾക്കാത്തതും. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് ഇന്ത്യൻ്റെ ദേശീയമായിട്ടുള്ള ലോക്കലായിട്ടുള്ള സ്നാക്കുകളിലാണ്. പക്ഷേ ഇന്ത്യയിൽ ആ സ്നാക്സിനുള്ള മാർക്കറ്റ് ഷെയർ ഇപ്പോൾ കുറഞ്ഞോണ്ട് വരുന്നുണ്ട്. അതിന് വേറെ വെസ്റ്റേൺ സ്നാക്സിൻ്റെ മാർക്കറ്റ് ഷെയർ കൂടിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസം തരണം ചെയ്യാൻ വേണ്ടി ഇവർ വെസ്റ്റേൺ സ്നാക്സും കുറച്ച് ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ പൂർണ്ണമായിട്ടും ആ ഒരു ലോക്കൽ സ്നാക്കിൽ ഡിപ്പെൻഡൻസി ഇവർ കുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇവർ ഫേസ് ചെയ്ത മറ്റൊരു പ്രധാന പ്രശ്നം, ഇവർ മെയിനായിട്ട് 5 രൂപയുടെ സ്നാക്കുകളാണ് ഇറക്കിയിരുന്നത്. പക്ഷേ അത്ര ചെറിയൊരു മാർജിനിൽ സെല്ല് ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം തന്നെ റോ മെറ്റീരിയൽസിൻ്റെ പ്രൈസിൽ വലിയ വ്യത്യാസം വരുമ്പോൾ ഇവരുടെ മാർജിനെ നല്ല രീതിയിൽ ബാധിക്കും അത്. പ്രത്യേകിച്ച് ഇവർക്ക് പക്ഷേ 5 രൂപയുടെ സ്നാക്ക് പറഞ്ഞാൽ ആൾക്കാർ പെട്ടെന്ന് കാണുമ്പോൾ വാങ്ങുന്നതാണ്, കൂടുതൽ ചിന്തിക്കാതെ. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ പ്രൈസ് പെട്ടെന്ന് കൂട്ടാനും പറ്റില്ല ഇവർക്ക്. അപ്പോൾ അതൊരു മെയിനായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് അവർ ഫേസ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു ഡിപ്പെൻഡൻസി അവർ കുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. മറ്റു പ്രൊഡക്റ്റുകളും വില കൂടിയ പ്രൊഡക്റ്റുകളും അവർക്ക് ഇറക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മാറ്റം അവരുടെ നെറ്റ് പ്രോഫിറ്റിലും കാണാനുണ്ട്. അവരുടെ നെറ്റ് പ്രോഫിറ്റ് 5% നിന്ന് 14% വർദ്ധിച്ചിട്ടുണ്ട്. മാർക്കറ്റ് റിസർച്ച് അനുസരിച്ച് ഇന്ത്യയിലെ ഈ സ്നാക്സിൻ്റെ മാർക്കറ്റ് 40,000 കോടിയിൽ നിന്ന് 95,000 കോടി ആയിട്ട് അടുത്തൊരു ഡെക്കേഡിൽ വർദ്ധിക്കുന്നതാണ് പറയുന്നത്. അതിൽ തന്നെ ഇപ്പോൾ കുറേ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സാണ് അധികം ഉള്ളത്. അപ്പോൾ ഇവർക്ക് ഗ്രോ ചെയ്യാനുള്ള ചാൻസ് തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി ഈ കമ്പനിയുടെ നല്ല കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ ROC മറ്റ് മാർക്കറ്റിലെ മറ്റ് പ്ലെയേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലാണ്. ഏകദേശം 43% ഇവരുടെ ROC. ഇൻഡസ്ട്രി ആവറേജ് വെറും 14%. അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഇവർ ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ നടത്തിയിട്ടുണ്ട്. ഇവരുടെ പ്രൊഡക്ഷന് വേണ്ടി വരുന്ന റോ മെറ്റീരിയൽസ് ഇവർ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ വലിയൊരു ലാഭം നേടാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. FMCG കമ്പനികളിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കോസ്റ്റ് ട്രാൻസ്പോർട്ട് കോസ്റ്റാണ്. പക്ഷേ അതിലും ഇവർ ഇൻഡസ്ട്രിയിലെ ഏറ്റവും കുറഞ്ഞ എക്സ്പെൻസാണ് ഇവർക്ക് വരുന്നത്. അതിലും നല്ല രീതിയിൽ ഒരു പ്രോസസ്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് മറ്റു കമ്പനികളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ ചാർജാണ് ഇവർക്ക് വേണ്ടി വരുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ നല്ല കാര്യങ്ങളാണ് ഈ കമ്പനീൻ്റെ. പക്ഷേ ഇനി കുറച്ച് ചാലഞ്ചസ് ഈ കമ്പനി ഫേസ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, കുറച്ച് വർഷങ്ങളായിട്ട് ഈ കമ്പനി വലിയ രീതിയിൽ ഗ്രോ ചെയ്യുന്നില്ല. മറ്റു സ്നാക്ക് കമ്പനികൾ നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിലും അതിന് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു ഗ്രോത്താണ് ഈ കമ്പനി കാണിക്കുന്നുള്ളത്. ഈ ഒരു IPO വഴി നേടുന്ന ഫുള്ളായിട്ടുള്ള ഫണ്ടും ഓഫർ ഫോർ സെയിലാണ്. അതായത് ഈ പ്രൊമോട്ടേഴ്സിന് എടുക്കാനുള്ള പൈസയാണ്. അതും കമ്പനിയുടെ ഗ്രോത്തിന് ഉപയോഗിക്കാനുള്ള ഫണ്ടല്ല. അതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു ഇഷ്യൂ ആണ് ഈ കമ്പനീൻ്റെ. ഇനി രണ്ടാമത്തെ പ്രശ്നം ഈ ഒരു കമ്പനിൻ്റെ ഫാമിലിയിലുള്ള പ്രശ്നമാണ്. അതായത് ഒരു ബ്രദർ ഈ കമ്പനി 2022 വിട്ടുപോയിട്ടുണ്ട്. ആ ബ്രദർ പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഗൂഗിൾ സ്നാക്സ് എന്നുള്ള പേരിൽ. അപ്പോൾ ആ ഒരു കമ്പനി വളരുന്നതിനനുസരിച്ച് ചിലപ്പോൾ അത് ഗുജറാത്തിൽ തന്നെയാണ് അവർ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഗുജറാത്തിൽ ഇവർ ബിസിനസ്സിന് ആ കമ്പനി വളർന്നാൽ ഇത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി കമ്പനിയുടെ അടുത്ത പ്രധാനപ്പെട്ട റിസ്ക് പറയുന്നത് കോൺസെൻട്രേഷൻ റിസ്ക്കാണ്. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഇവരുടെ 80% ഓഫ് ബിസിനസ് വരുന്നത് ഗുജറാത്ത് എന്നുള്ള ഒറ്റ സ്റ്റേറ്റിൽ നിന്നാണ്. അതുകൂടാതെ ഇവരുടെ 43% റവന്യൂ വരുന്നത് വെറും 10 SKUs 10 പ്രൊഡക്റ്റുകളിൽ നിന്നാണ്. പക്ഷെ അതൊരു വലിയ പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഏത് കമ്പനി ആയാലും അവരുടെ ഹീറോ പ്രൊഡക്റ്റ് പറയുന്ന കുറച്ച് പ്രൊഡക്റ്റുകൾ മാത്രമായിരിക്കും. പിന്നെ അതുകൂടാതെ ഇവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇവർ ഫുള്ളി ഓഫ്ലൈൻ പ്രൊഡക്റ്റ് സെയിൽസാണ് മെയിനായിട്ട്. ഓൺലൈനിലുള്ള ഇവരുടെ പ്രസൻസ് തന്നെ വളരെ ചെറിയ പ്രസൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കോൺസെൻട്രേഷൻ ചില ഭാഗങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ബിസിനസ് ആയതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള റിസ്ക്കും കൂടി ഇവർക്കുണ്ട്. അപ്പോൾ നമ്മൾ കമ്പനിയുടെ നല്ല കാര്യങ്ങളും പറഞ്ഞ് ഈ വീഡിയോയിൽ മോശം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത് ഇതിൽ അപ്ലൈ ചെയ്യണോ എന്നുള്ളത്. ഇനി നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഉദ്ദേശമെങ്കിൽ അതിനനുസരിച്ച് തീരുമാനം എടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ലിസ്റ്റിങ്ങിന് മാത്രമാണ് ഉദ്ദേശിക്കുന്നുള്ളെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആദ്യത്തെ ദിവസങ്ങളിൽ എത്രത്തോളം
സബ്സ്ക്രിപ്ഷൻ വരുന്നുണ്ട് നോക്കുക. എന്നിട്ടൊരു നല്ല രീതിയിൽ സബ്സ്ക്രിപ്ഷൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ലിസ്റ്റിങ്ങിനായിട്ട് IPO അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നിക്ഷേപമാണ് ഉദ്ദേശമാണെങ്കിൽ കമ്പനി കുറച്ച് കൂടുതൽ ഡീപ്പായിട്ട് പഠിച്ച ശേഷം ഇൻവെസ്റ്റ് ചെയ്യുക. ഡീപ്പായിട്ട് പഠിച്ച ശേഷം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതിലുള്ള റിസ്ക്കും കാര്യങ്ങളും മനസ്സിലാക്കിയ ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്.